വെൽഫെയർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലി കോൺസെൻട്രേറ്റ് ചെയ്ത സംഭവമാണ്. ഇപ്പം ഈ ആനയുടെ കേസ് ഇറ്റ്സ് എ വെൽഫെയർ ഓപ്പറേഷൻ, കൺസർവേഷൻ വൈസ് അല്ല. ആ ആനിമലിനെ രക്ഷിക്കുക എന്നുള്ള വെൽഫെയർ ആണ് അതിനകത്ത് വരുന്നത്. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ബ്രോഡർ പിക്ചറാണ്. എനിക്കതിൻ്റെ ഹേർഡിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞ 23 ബുൾസും 2 ഫീമെയിൽ എന്ന് പറഞ്ഞാൽ എന്നെ കൺസർവേഷൻ ലെവലിൽ എന്നെ ബോധർ ചെയ്യുന്നൊരു സംഭവമാണ്. ഓക്കെ, അതിൻ്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജിയാണ് ഞാൻ ഒരു കൺസർവേഷൻ ആസ് എ കൺസർവേഷൻ ഞാൻ ആലോചിക്കുക. പക്ഷേ വെൽഫെയർ എന്ന് പറഞ്ഞാൽ വളരെ ഒരു എന്താ സെൻറ്റിമെൻറ്റ്സും സാധനങ്ങളും വെച്ചിട്ട് ഒരു ആനിമലിനെ രക്ഷിക്കുക എന്നുള്ള ഒരു റെസ്പോൺസ്. ഇത് രണ്ടും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഈ 2 പേഴ്സ്പെക്റ്റീവാണ്. ഈ പേഴ്സ്പെക്റ്റീവ് തമ്മിൽ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്ടിരിക്കുകയും ഈ വെൽഫെയർ ആണ് കൺസർവേഷൻ എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, തിരിച്ചും കൺസർവേഷനാണ് വലുത്, വെൽഫെയർ വേണ്ട എന്ന് പറയുന്നത് തെറ്റാണ്. വെൽഫെയർ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ മോറൽ വാല്യൂസിൻ്റെ മുകളിലുണ്ടാവുന്ന, എംപതിയുടെ മുകളിലുണ്ടാവുന്ന ഒരു സാധനമാണ് വെൽഫെയർ. ഓക്കെ, വെൽഫെയർ വളരെ ഇൻഡിവിജ്വൽ എന്താ പറയുക വ്യക്തികേന്ദ്രീകൃതമായ സാധനമാണ് വെൽഫെയർ. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ബ്രോഡർ പിക്ചറാണ്. ഓക്കെ, ഇത് തമ്മിൽ കൺഫ്യൂഷൻ അടിക്കരുത്. അത് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ വെൽഫെയർ ആണെന്നും വെൽഫെയർ എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ആണെന്നും കൺഫ്യൂഷൻ അടിക്കരുത്. ഈ ബൗണ്ടറി തിരിച്ചറിയാണ്ട് വരുമ്പോഴാണ് പലപ്പോഴും ഈ പ്രോബ്ലം ഉണ്ടാവും. നമ്മളെപ്പോഴും മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഈ എക്കോസിസ്റ്റത്തിനോട് എത്രത്തോളം ഇഴുകി ചേർന്നുകൊണ്ട് നിൽക്കാൻ പറ്റുമോ, തിരിച്ചു കൊടുക്കാൻ പറ്റുമോ, അതൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു ബ്രോഡർ പിക്ചർ നമുക്ക് കാണണമെങ്കിൽ അത് ശാസ്ത്രീയമായിട്ടുള്ള ബോധം വേണം. ഓക്കെ, ആ ശാസ്ത്രീയമായ സയൻറ്റിഫിക് ടെമ്പറമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ബ്രോഡർ പിക്ചർ കാണാൻ പറ്റുള്ളൂ. ഒരു വെൽഫെയർ ഇഷ്യൂ കാണണമെങ്കിൽ നിങ്ങൾക്ക് എമ്പതി മാത്രം മതി, ഒരു സ്നേഹം മാത്രം മതി. ആനയെ രക്ഷിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമാണ് ഓക്കെ എന്ന് പറയുന്നത് വളരെ 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 ലളിതമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ നിങ്ങൾക്ക് കൺസർവേഷൻ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് അതിനെ കാണണമെങ്കിൽ അതിന് നിങ്ങൾക്കുള്ള യഥാർത്ഥ എക്കോളജിയും കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുകയും അറിയുകയും അതിനെക്കുറിച്ച് പെർസീവ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യണം. അപ്പം വെൽഫെയർ എന്ന് പറയുന്ന ഒരു ഐസൊലേറ്റഡ് ഇവന്റ് അല്ല നമ്മുടെ ലക്ഷ്യം. കൺസർവേഷൻ എന്ന് പറയുന്ന ബ്രോഡർ പിക്ചറാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്കാണ് നമ്മൾ എസ്പെഷ്യലി ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വരുന്ന എല്ലാം മാറുകയാണ്. നമ്മൾ എക്കോസിസ്റ്റം മാറുകയാണ്, എല്ലാം മാറുന്ന ഒരു സാഹചര്യം. എങ്ങനെ ഇത് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട അത്യാവശ്യമാണ്.